നിറച്ചും കഴിയുമ്പോഴേക്കാണ് നിറച്ചും കഴിയുമ്പോഴും വേഗം അതൊക്കെ. ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാൽപ്പാറ സീരീസ് ആണ്. അപ്പം നമ്മളിപ്പോൾ വാഴച്ചാലിലെ ഫോറസ്റ്റിനകത്ത് പ്രവേശിച്ചിട്ടേ ഉള്ളൂ, അധികമായിട്ടൊന്നുമില്ല. എന്തായാലും ഇതിലൂടെ പോകുമ്പോൾ നല്ല അടിപൊളി വൈബാണ്, വേറെ ലെവലാണ്. ഈ ഭാഗത്തൊക്കെ റോഡ് കണ്ടീഷൻ നല്ല അടിപൊളിയാണ്. പിന്നെ ഇവിടെ കുറേ ഭാഗത്ത് നല്ലപോലെ കരിങ്കുഴങ്ങന്മാരെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളെ കാണുമ്പോഴത്തേക്കും ഇത് ഓടി മറയുകയാണ്. അപ്പോൾ നമുക്ക് ഈ റൂട്ടിനെ പറ്റി നമ്മുടെ ഗൂഗിൾ അമ്മച്ചിയോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് കേൾക്കാം കേട്ടോ. തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് NH 544-ൽ ചേരുന്നു. തുടർന്ന് അതിരപ്പള്ളി പാതയിൽ പ്രവേശിച്ച് വെറ്റിലപ്പാറയിലൂടെ കടന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരുന്നു. അതിരപ്പള്ളിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ വാഴച്ചാലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫോറസ്റ്റ് ചെക്പോസ്റ്റിൽ നിന്ന് അത് വാഴച്ചാൽ മലക്കപ്പാറ സ്ട്രെച്ചിലേക്ക് പോകുന്നു. 3 ഇവിടെ നിന്ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഇരുചക്ര വാഹനങ്ങൾക്ക് 6 മുതൽ 4 വരെ മാത്രമേ വാഹനങ്ങൾ അനുവദിക്കൂ. തുടർന്ന് തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള മലക്കപ്പാറ ചെക്പോസ്റ്റിലാണ് റോഡ് എത്തുന്നത്. ഇത് മലക്കപ്പാറയ്ക്ക് സമീപം അവസാനിക്കുകയും അവിടെ നിന്ന് കുറച്ചു ദൂരം വാൽപ്പാറ പൊള്ളാച്ചി റോഡ് ആരംഭിക്കുകയും ചെയ്യുന്നു. വാഴച്ചാൽ മലക്കപ്പാറ ചാലക്കുടി പുഴയുടെ തീരത്താണ്. ഈ പ്രദേശം കൊടും കാടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നതിനാൽ കേരള വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വനത്തിനുള്ളിലെ അനധികൃത പ്രവേശനം നിരോധിക്കുകയും ശിക്ഷാർഹവുമാണ്. ചാർപ്പ വെള്ളച്ചാട്ട വ്യൂ പോയിന്റ്, പെരിങ്ങൽകുത്ത് ഡാം റിസർവോയർ വ്യൂ പോയിന്റ്, ആനക്കയം പാലം, ഷോളയാർ ജലവൈദ്യുത നിലയം, നെല്ലിക്കുന്ന് വ്യൂ പോയിന്റ് എന്നിവ ഈ പാതയിലാണ്. ഈ പ്രദേശത്തെ മനുഷ്യവാസം ചില ഒറ്റപ്പെട്ട ആദിവാസി കുഗ്രാമങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. സംസ്ഥാന പാത 21 SH 21 അല്ലെങ്കിൽ ചാലക്കുടി മലക്കപ്പാറ റോഡ് ഇന്ത്യയിലെ കേരളത്തിലെ ഒരു സംസ്ഥാന പാതയാണ്. ഇത് ചാലക്കുടിയിൽ നിന്ന് ആരംഭിച്ച് തമിഴ്നാടിന്റെ അതിർത്തിയിൽ മലക്കപ്പാറയിൽ അവസാനിക്കുന്നു. ഷോളയാർ റിസർവോയറിലൂടെ ഭൂരിഭാഗം ഭാഗവും കടന്നുപോകുന്ന റോഡിന് 86.0 കിലോമീറ്റർ 53.4 മൈൽ നീളമുണ്ട്. ഏറ്റവും മനോഹരമായ മഴക്കാടുകളിലൂടെ കടന്നുപോകുന്ന ഇത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രകൃതിരമണീയമായ റൂട്ടുകളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്നു. 2 അതിരപ്പള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും ഈ റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് തമിഴ്നാട്ടിലെ വാൽപ്പാറ പൊള്ളാച്ചി റോഡുമായി ബന്ധിപ്പിക്കുന്നു. നിറച്ചും കഴിയുമ്പോഴേക്കാണ് വേഗം അതൊക്കെ. നിറച്ചും കഴിയുമ്പോഴും വേഗം അതൊക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ റോഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കേട്ടായിരുന്നു. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് മലക്കപ്പാറ അതിരപ്പള്ളി വാഴച്ചാൽ ഷോലാർ ഫോറസ്റ്റ് റൂട്ടിലൂടെയാണ്. ആക്ച്വലി നല്ല പൊളി വൈബ് തന്നെയാണ് ട്രാവൽ ചെയ്യുമ്പോൾ. പിന്നെ ഈ ഭാഗത്ത് റോഡ് കണ്ടീഷൻ വളരെ നല്ല കണ്ടീഷനാണ്, പക്ഷേ മൊത്തത്തിൽ നല്ലതല്ല എന്നറിയാൻ പറ്റിയിരുന്നത്. പിന്നെ കുറേ ഭാഗത്തൊക്കെ ഒത്തിരി ആനപ്പിണ്ടങ്ങൾ റോഡ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് വണ്ടി കയറി ചമ്മന്തിയുമായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നല്ല കൊടുമരത്തിൽ തന്നെയാണ്. അങ്ങനെ മരത്തിൻ്റെ ഒക്കെ വലിപ്പം വേറെ ലെവലാണ്. പിന്നെ നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ തന്നെ ഒത്തിരി കഴുകുലങ്ങളെ കാണാൻ പറ്റിയായിരുന്നു. അത് നമ്മളെ കാണുമ്പോൾ തന്നെ മറ്റേ മരത്തിൻ്റെ മുകളിലൂടെ കയറി പോകുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഗോപ്രോ ക്യാമറ കൊണ്ട് അത്രയൊക്കെ വിസിബിൾ കിട്ടിയില്ലായിരുന്നു. എന്തായാലും നമ്മുടെ മൊബൈൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കുറച്ച് ഭാഗത്ത് നമ്മുടെ ട്രൈബേഴ്സിൻ്റെ വില്ലേജ് കാണാൻ പറ്റുന്ന ഏരിയ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ട്രൈബേഴ്സിൻ്റെ ഒരു ഏരിയ ആണ്. കണ്ട ചുറ്റും വൈദ്യുതിയിലാണ് പറ്റുന്നുണ്ട്. എന്തായാലും ഇവിടെ താമസിക്കാൻ സമ്മതിച്ചു തന്നെ, വേറെ ലെവൽ തന്നെ ആയിക്കൂലേ. കണ്ട പൊളി ഏരിയ. പിന്നെ ഈ ഭാഗത്ത് നിറച്ചും ആനപ്പിണ്ടം കാണുന്നുണ്ട് കേട്ടോ, അതാണ് ഹൈലൈറ്റഡ്. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഒരു ആൾതാമസമുള്ള ഏരിയ ഭാഗത്തോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി വൈബാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള വൈദ്യുതി വേലുള്ളതുകൊണ്ട് ഇവരൊക്കെ സേഫാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതാ ഒരു ആൾതാമസമുള്ള ട്രൈബൽസിൻ്റെ ഏരിയ തന്നെയാണ്. ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കുറേ ഹോട്ടലുകളും കടകളും ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. എന്തായാലും നമ്മൾ നിർത്തിയില്ല, നമ്മൾ നേരെ പോവുകയാണ്. ഈ ലെഫ്റ്റ് സൈഡോട്ട് എനിക്ക് ഡാമിലേക്കുള്ള പോക്കാണെന്ന് തോന്നുന്നു, ഡാമിലേക്കുള്ള റൂട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ അങ്ങോട്ടും പോയില്ല, നമ്മളിപ്പോൾ നേരെ നമ്മുടെ വാൽപ്പാറ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. അപ്പോൾ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്, പാലം പുതുക്കി പണിതുന്നുണ്ടാണ് ഈ ഭാഗത്തായിട്ട്. എൻ്റെ അമ്മോ, കാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിക്കാട്. പക്ഷെ നമ്മൾ മാമലക്കണ്ടത്തിൽ നിന്ന് നേരെ എളമ്പ്ളശ്ശേരി ചെക്ക് പോസ്റ്റ് വഴി നേരെ മാങ്ങളം പോകുന്ന കാട് ചുമ്പോഴത്തേക്കും ഇത് അത്ര തിക്കല്ല. അതാണ് കട്ട തിക്ക് ഫോഴ്സ് എനിക്ക് തോന്നിയത്. എന്തായാലും അതിനെ പറ്റിയുള്ള വീഡിയോ നമ്മുടെ ചാനലുണ്ട്, ദയവായി അത് കാണണമെന്ന് അപേക്ഷിക്കുന്നു. എന്തായാലും ഇത് നമ്മൾ പണ്ട് തുടങ്ങി പോകുന്നത് കൊണ്ട് ഇത് നമുക്കൊക്കെ തോന്നും റൂട്ട് സൂപ്പർ ആണെങ്കിലും നമുക്ക് അത്ര തിക്കായിട്ട് തോന്നുന്നില്ല പോകും. പക്ഷേ മറ്റേ റോഡ് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഹെവി തിക്ക് ഫോറസ്റ്റ് ആണ്.
പിന്നെ ഇവിടെ നിറച്ച് ആനപ്പിണ്ടോണ്ട് ഈ ഭാഗത്തൊക്കെ ഒത്തിരി ആനപ്പിണ്ടോണ്ട്. ഇത് ട്രൈബൽസിൻ്റെ ഏരിയ തന്നെയാണെന്ന് തോന്നുന്നു. കംപ്ലീറ്റ്ലി ഇവിടെ വീടുണ്ട്, സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ മറ്റേ കുർത്തിക്കുടി ട്രൈബൽസിന് അവിടെയാണ് സ്ട്രീറ്റ് ലൈറ്റ് ഒരു ഇല്ലാത്തത്. പക്ഷെ അവിടെ പിന്നെ ഒരു അങ്കമ്പാടി നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റിയായിരുന്നു. എന്താ അങ്കമ്പാടിയുടെ ചുറ്റും മറ്റേ വൈദ്യുതിയിലുണ്ടേ. അപ്പം നമ്മളിതാ വീണ്ടും നമ്മുടെ വാൽപ്പാറയിലേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും കാടിൻ്റെ വൈബ് വേറെ ലെവൽ പൊളി. പിന്നെ നട്ടുച്ചൊക്കെ വന്നിട്ട് പോലും നമുക്ക് ചൂട് അനുഭവപ്പെടാത്തത് വളരെ നല്ല കാര്യമായിരുന്നു. പിന്നെ ചില ഭാഗത്ത് തണുപ്പുണ്ട്, ചില ഭാഗത്ത് തണുപ്പില്ല. ക്ലൈമറ്റ് സെക്കൻഡ്സാണ് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നീങ്ങുന്തോറും. ആക്ച്വലി നമ്മുടെ പൂയംകുട്ടി മാമലക്കണ്ടം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വനത്തിനടുത്ത് തന്നെയാണ്. എയർ ഡിസ്റ്റൻസ് വരുന്നത് ഏകദേശം ഒരു 20-25 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പക്ഷെ നമുക്ക് കാട്ടിലൂടെ പോകാൻ വഴിയില്ല, ചുറ്റിക്കറങ്ങി പോകണമെന്നേ ഉള്ളൂ. കാട്ടിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ പിടിക്കും, അതുപോലെ കാട്ടാനയും പിടിക്കും. അതുകൊണ്ട് നമ്മൾ സേഫ് സോണിൽ തന്നെ മാത്രം പോവുക. എന്തായാലും ഇതിലൂടെ അങ്ങോട്ട് വഴി വന്നിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ പൊളിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ എന്തായാലും വരി വരാൻ ഒട്ടും ചാൻസും ഇല്ല. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. കാരണം കാട്ടിൽ കൂടി എത്ര പോയാലും നമുക്കൊരു മടുപ്പൊന്നും തോന്നത്തില്ല. നല്ല കിടിലൻ തണുപ്പും അതുപോലെ തന്നെ നല്ല കിടിലൻ ഫ്രഷ് എയറും. നല്ല ചൂടത്ത് പോലും നമുക്ക് യാതൊരു ചൂടും കിട്ടുന്നില്ല. പക്ഷേ ചില ഭാഗത്ത് ചൂടുണ്ട്, ചില ഭാഗത്ത് തണുപ്പുണ്ട്. നമ്മൾ നീങ്ങുന്തോറും ശരിക്കും ക്ലൈമറ്റ് ശരിക്കും മാറിക്കൊണ്ടേയിരിക്കും. എന്തായാലും ആ സൂര്യൻ്റെ പ്രകാശം വേറെ ലെവലായിരുന്നു കിട്ടുന്നുണ്ട് കാണാനായിട്ട്. അടിപൊളി കണ്ട. പെട്ടെന്ന് വെയിൽ, പെട്ടെന്ന് ഷെയ്ഡ്. ഇതാണ് ക്ലൈമറ്റ്. നമ്മളപ്പോൾ വനത്തിലൂടെ പോകുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ വനത്തിൻ്റെ നിയമം പാലിക്കുക. അത് വേറെ ഒന്നുമല്ല, പ്ലാസ്റ്റിക് വേസ്റ്റ് ഇവിടെ കൊണ്ടുപോയി കളയരുത്. ഒരു വേസ്റ്റ് പറ്റിയ കൂടെ വേണം നമ്മൾ കളയരുത്. പിന്നെ മാക്സിമം സേഫ് സോണിൽ തന്നെ പോവുക. കാട്ടിലേക്ക് പ്രവേശിക്കരുത്. ഒത്തിരി അരുവികൾ നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ അരുവിലൂടെ ഒന്നും പോകരുത്. കാരണം ഇവിടെ ഉള്ള പുഴകളിലൊക്കെ മുതലക്കുട്ടന്മാർ, അതുപോലെ വിഷമുള്ള പാമ്പുകൾ, അതുപോലെ തന്നെ കരടിക്കുട്ടന്മാർ, എല്ലാ വന്യമൃഗങ്ങളുള്ള ഒരു കാടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ സേഫ് സോണിൽ തന്നെ പോവുക. ദയവായി നിങ്ങളുടെ റിസ്ക് എടുത്ത് നിങ്ങൾ ഉള്ളോട്ടൊന്നും കയറി പോകരുത്. കാരണം കാട്ടാനകൾ എപ്പോൾ വേണമെങ്കിലും വരാം. പിന്നെ പുലികളുണ്ട്, എല്ലാ മൃഗങ്ങളുള്ള ഒരു വമ്പൻ കാട് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പോകുമ്പോൾ നല്ല അടിപൊളി ഭംഗിയാണ്, എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ കെയറായി പോവുക. കാരണം കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും അതേപോലെ ഡേഞ്ചറും നമ്മുടെ പുറകിലുണ്ട് കേട്ടോ. അത് ഓർത്തോടെ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് മാക്സിമം കെയർ ചെയ്ത് തന്നെ പോവുക. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് നേരെ നമ്മുടെ മലക്കപ്പുറം ഏകദേശം ഒരു 44 കിലോമീറ്റർ ദൂരമുള്ളെങ്കിലും നമുക്ക് 2.5 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട്. കാരണം നമുക്ക് വണ്ടി 30-40 കിലോമീറ്റർ മേലെ സ്പീഡിൽ ഓടിക്കാൻ പറ്റത്തില്ല. കാരണം ഓടിച്ചാലുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം കാട്ടുമൃഗങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ ഫോറസ്റ്റ് കേസെടുക്കും. അതുകൊണ്ട് നമുക്ക് മാക്സിമം 2.5 മണിക്കൂറാണ് ഈ വനത്തിലൂടെ പോകാനുള്ള സമയം വേണ്ടത്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഡ്രൈവ് ചെയ്യുക. സ്പീഡിൽ ഒരിക്കലും പോകരുത്. ഏത് സമയം വേണമെങ്കിലും കാട്ടാനക്കുട്ടന്മാരെ കാണാൻ പറ്റും, കാട്ടുമൃഗങ്ങൾ കാണാൻ പറ്റും, കരടിനെ കാണാൻ പറ്റും, പുലിനെ കാണാൻ പറ്റും. പക്ഷേ കരടിയും പുലിയും ലക്കാണ്, കൂടുതലും കാണുന്നത് കാട്ടാനയാണ് കേട്ടോ. പിന്നെ കാട്ടൂരിനെ കാണാൻ പറ്റുന്ന ലക്കാണ്. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് പേര് പണിയെടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും റോഡിൻ്റെ വീതി കൂട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടുത്തെ റോഡ് കണ്ടീഷനൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. എന്തായാലും ഈ ഭാഗത്ത് ചെറിയ ചൂട് നമുക്ക് അനുഭവപ്പെട്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ ചൂടപ്പോൾ തന്നെ മാറുകയും ചെയ്തായിരുന്നു. ക്ലൈമറ്റ് പല സ്ഥലത്തും പല രീതിയാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു വനത്തിലൂടെയാണ്. അടിപൊളി. നമ്മളപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ഷോലാർ ഫോറസ്റ്റിലൂടെയാണ്.
നമ്മളീ പോകുന്ന റൂട്ടിൽ ആകെ രണ്ട് സിമ്മത്തെ റേഞ്ച് ഉള്ളത്. ഒന്ന് BSNL പിന്നെ VIക്കും. പക്ഷെ എല്ലായിടത്തും ഇല്ല, ചില ഭാഗത്ത് മാത്രമേ റേഞ്ച് ഉള്ളത്. പിന്നെ എയർടെല്ലും ചെയ്യാനും യാതൊരു റേഞ്ചും ഈ കാർഡിനകത്ത് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി റൂട്ടാണ്. ഈ കാണുന്ന റൈറ്റ് സൈഡിലൊക്കെ കാട്ടാനനെ കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. പക്ഷെ നമ്മൾ വന്നിട്ട് ഇതുവരെയും കാട്ടാനക്കുട്ടന്മാരെ കണ്ടില്ല. ആകെ കണ്ടത് കാട്ടാനക്കുട്ടന്മാരുടെ പിണ്ടമായിരുന്നു. അത് നമ്മൾ എപ്പോഴും പോകുമ്പോഴും കാണാറുണ്ടല്ലോ. നമ്മുടെ ചാനൽ മൊത്തം ആനപ്പിണ്ടത്തിൻ്റെ ചാനലിനുള്ള രീതിയിലുള്ള അതെന്തായാലും കാട്ടാനനെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കണ്ടറിയാം, നോക്കാം. അപ്പം നമ്മളിത് ഓൾമോസ്റ്റ് നമ്മൾ കൊടുംവനത്തിൻ്റെ ഭാഗത്തോട്ട് പ്രവേശിക്കാറായി. പിന്നെ നമ്മൾ കാട്ടാനക്കുട്ടന്മാരെ കാണാൻ പറ്റുന്ന ഒരു കിടക്കായി സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാട്ടാനക്കുട്ടൻ നമ്മുടെ മുമ്പിൽ പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് കണ്ടറിയാം, നോക്കാം. എന്തായാലും ഒരു രക്ഷയില്ല. റൈഡ് എന്തായാലും പൊളിയായിരുന്നു. ആക്ച്വലി മഴ സമയത്താണ് നമ്മുടെ കാടിൻ്റെ പച്ചപ്പ് കാണാൻ ബെസ്റ്റ്. പക്ഷെ നമ്മുടെ സമയത്ത് കാട് ശരിക്കും ഉണങ്ങി വരടപ്പുണ്ട്. ഈ സമയത്താണ് കൂടുതലും കാട്ടുതീ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. അപ്പം നമ്മുടെ ഈ പാട്ട് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.